ആദ്യത്തെ 12-ൽ 3 കേരളത്തിലുള്ളതാണ്. കേരള യൂണിവേഴ്സിറ്റി 9-ാം റാങ്കിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 10-ാം റാങ്കിൽ, ഗാന്ധി യൂണിവേഴ്സിറ്റി 11-ാം റാങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43-ാം റാങ്കിൽ. ഇത് മാറ്റമല്ലേ? രാജ്യത്തെ 100 കോളേജുകൾ, ആദ്യത്തെ 100 കോളേജുകൾ എടുത്താൽ അതിൽ 16 കേരളത്തിലുള്ളതാണ്. എങ്ങനെ വന്നാണ് മാറ്റം? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റാൻ നടപടികളെടുത്തു. അതിന്റെ ഭാഗമായി നല്ല രീതിയിൽ പുതിയ കോഴ്സുകൾ വന്നു, പശ്ചാത്തല സൗകര്യം വർദ്ധിച്ചു. അതിന്റെ ഭാഗമായി അക്കാദമിക് നിലവാരം കൂടുമ്പോൾ വിദ്യാർത്ഥി പ്രവേശനത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നു. വിദേശത്തുള്ള വിദ്യാർത്ഥികളടക്കം നമ്മുടെ കേരളത്തിൽ പഠനത്തിനായി വരുന്നതല്ല. അവർക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിർമ്മിക്കുന്നതിന് നിരവധി നടപടികൾ, ഗവേഷണ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ വലിയ തോതിൽ സംസ്ഥാനം നൽകുന്നു. എല്ലാം കൊണ്ടും ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തോതിൽ മാറി. നമ്മുടെ ആധുനിക കാലത്ത് വേണ്ട കോഴ്സുകൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൊണ്ടുവന്നിരിക്കുന്നു. ഇനിയും മാറണമെന്നാണ് കാണുന്നത്, ഇനിയും ശക്തിപ്പെടണം എന്നാണ് കാണുന്നത്. അതിനുതകുന്ന നടപടികൾ സ്വീകരിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കണ്ട് അനുഭവിച്ച് വളർന്നതാണല്ലോ. ഞങ്ങൾ ഏതെങ്കിലും ഒരു പൊയ്വാക്ക് പറയുന്നല്ലോ, ഈ നാടിന്റെ അനുഭവമല്ലേ. ഇതാണ് LDF നമ്മുടെ നാടിനെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നത് നാട് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിന് നേരത്തെ വല്ലാത്തൊരു ദുഷ്പേരുണ്ടായിരുന്നു. അതായത് കേരളം നല്ല തൊഴിൽ സൗകര്യം നടന്ന സ്ഥലമൊക്കെ തന്നെ, പക്ഷെ ഇത് വ്യവസായത്തിന് വരുന്ന സ്ഥലമല്ല. വ്യവസായം കൂടി അങ്ങനെ പച്ചപിടിക്കില്ല. അതുകൊണ്ട് തന്നെ പറയപ്പെടുന്ന തരത്തിലുള്ള വലിയ വ്യവസായങ്ങൾ ആദ്യം ഉണ്ടായിട്ടൊഴിച്ചാൽ പിന്നീട് അങ്ങനെ അധികം വന്നിട്ടില്ല. ഇതായിരുന്നു ഒരു മൂന്നല്ല. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതേ കഥ തന്നെയാണ്. പക്ഷേ നാടിന് മാറ്റമാണല്ലോ വേണ്ടത്. മാറ്റം ഉണ്ടാകണമെങ്കിൽ നിലവിലുള്ളതിൽ മാറ്റം വരണമല്ലോ. ഇപ്പോ നമ്മുടെ നാട്ടിൽ വ്യവസായം വരുന്നില്ല, പൊതുവെ ഇങ്ങനെയായിപ്പോയി. അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വെക്കലല്ലാലോ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഗവൺമെന്റ് ആ നിലയെ എങ്ങനെ മാറ്റാം? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ മറ്റു ചില സംസ്ഥാനങ്ങൾക്കോ നിക്ഷേപങ്ങൾ കൂടുതലായി ആകർഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനങ്ങളായി മാറുന്നുണ്ടെങ്കിൽ, അവിടെ പുതിയ വ്യവസായങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലായിക്കൂടാ
ആ നിലയിലേക്ക് നമ്മുടെ നാടിന് എന്തുകൊണ്ട് മാറിക്കൂടാ? ഈ ചിന്തയല്ലേ സാധാരണഗതിയിൽ സർക്കാരിന് വേണ്ടത്. അതാണ് LDF ഉണ്ടായ ചിന്ത. അതിന്റെ ഭാഗമായി എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം ആദ്യം നടത്തി. വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട വിവിധ തുറകളിൽപ്പെട്ടവരെയെല്ലാം വിളിച്ചു ചേർത്തു. അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു, ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കേട്ടു, അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് വിദഗ്ധരുടെ അഭിപ്രായം കേട്ടു, അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റർമാരുണ്ട്, അവരുടെ അഭിപ്രായം കേട്ടു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചില നടപടികളിലേക്ക് കടന്നു. ആ നടപടികളിൽ നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അവയെല്ലാം ചെയ്തു. അതോടൊപ്പം നമ്മുടെ ഒരു മാനസിക ഘടനയിൽ മാറ്റം വേണമായിരുന്നു. പൊതുഘടനയിൽ തന്നെ അതിനുള്ള ശ്രമവും നടത്തി. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി. എവിടെയെത്തി? നാം ഈ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിയപ്പോൾ 2016 മുതൽ 2021 വരെയല്ല, 2021 LDFന് തുടർഭരണം സമ്മാനിച്ചപ്പോൾ അതിന്റെ ഭാഗമായി അന്ന് വരെ നടത്തിയ 21 വരെ നടത്തിയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തുടരാൻ കഴിഞ്ഞപ്പോൾ അധികം താമസം വന്നില്ല. നമ്മുടെ കേരളത്തിന് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നമ്പർ 1 സ്ഥാനം ലഭിക്കുന്നതിനിടയായി. ഇത് നമ്മുടെ അനുഭവമല്ലേ? ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ LDF അല്ലായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നോ? UDF ആണ് 2016 അധികാരത്തിൽ വന്നെങ്കിൽ നടക്കുമോ ഇതൊക്കെ? 2021 UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ നിലയുണ്ടാവുമോ? അവരവരുടേതായ രീതിയല്ലേ കാണിക്കുക. നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ടെന്ന് അദ്ദേഹം എത്തിക്കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം, അതാണ് നല്ലത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ രണ്ട് ഘട്ടത്തിലും LDF അധികാരത്തിൽ വന്നു. 2016 അധികാരത്തിൽ വന്ന സർക്കാരിന് 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അതിന്റെ ഭാഗമായി നടപടികളെല്ലാം തുറന്നു വന്നപ്പോൾ ഇന്ന് കാണുന്ന അസാധ്യം എന്ന് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്ന പലതും സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആ പട്ടിക വളരെ ദീർഘമായതാണ്. അത് മുഴുവൻ അവതരിപ്പിക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചാൽ അതിന് എത്രയോ സമയം വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു അസാധ്യമായ കാര്യമാണ്. ഏതായാലും ഇതെല്ലാം അനുഭവത്തിലുള്ള നാട്ടുകാരെയും വോട്ടർമാരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇവിടെ ആരോഗ്യരംഗം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു രംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. പക്ഷേ 2016 ഇല്ലായ്മ മാത്രമായി. അതാണ് പിന്നീട് മാറ്റം വന്നത്. വലിയ തോതിൽ മാറ്റം കുറിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന
ആരോഗ്യരംഗമായി കേരളത്തിന്റെ ആരോഗ്യരംഗം മാറി. ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആരോഗ്യരംഗം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നു. അത് കോവിഡ് മഹാമാരി ലോകത്തെ വികസിത രാഷ്ട്രങ്ങളിലടക്കം മുട്ടുകുത്തിച്ചപ്പോൾ ആ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ കേരളത്തിന് മുട്ടുമടക്കേണ്ടി വന്നില്ല. അതിന് കാരണം ആർദ്രം മിഷനിലൂടെ നാം നടപ്പാക്കിയ പരിപാടികളായിരുന്നു. എല്ലാ ആശുപത്രികളുടെയും സൗകര്യങ്ങൾ വർദ്ധിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ആശുപത്രി മുതൽ വിവിധ സൗകര്യങ്ങൾ, മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ, മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ, ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, കോവിഡിന് വേണ്ടി ചെയ്തതല്ല. അതിനിടക്കാണ് കോവിഡ് വന്നത്. അപ്പോ മറ്റു പലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ശരിയായി നേരിടാൻ നമുക്ക് കഴിഞ്ഞു. ലോകം ആശ്ചര്യത്തോടെ കേരളത്തെ നോക്കി. എങ്ങനെയാണ് ഈ നാടിന് ഇതെല്ലാം സാധ്യമായത്? അവിടെയും നാം ചിന്തിക്കേണ്ടത് LDF ആയിരുന്നില്ല എങ്കിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ഇവിടെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിലാണ് നാം നിർവഹിച്ചു പോരുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങളുടെ അവസ്ഥയെടുത്താൽ കേരളത്തിൽ എല്ലാ കാലത്തും ക്ഷേമ പ്രവർത്തനങ്ങളോട് വിപ്രതിപത്തി കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടങ്ങുന്ന കാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ചെറിയ സംഖ്യയാണല്ലോ, 45 രൂപ കൊടുത്തു തുടങ്ങിയത്. അന്നതിനെ കോൺഗ്രസ് എതിർത്തു. പിന്നെ 5 വർഷക്കാലം കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു അധികാരത്തിൽ. അതിനോട് വലിയ വിപ്രതിപത്തി കാണിക്കുന്ന നിലയാണ് ആ സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടുന്ന് അത് 60 രൂപയാണെന്നാണ് ഓർമ്മ, 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോഴും അതിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നുണ്ടായിരുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് UDF ഗവൺമെന്റ് വർഷങ്ങൾ ഈ പെൻഷൻ കുടിശ്ശികയാക്കി നിർത്താൻ നിലസ്വീകരിച്ചു. ഇതെല്ലാം ഈ പെൻഷൻ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും എടുത്തത്. അതിനൊരു മാറ്റം വന്നത് കടലാസിലാണെങ്കിലും 2016 അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലുള്ള UDF ഗവൺമെന്റ് അതിനകത്ത് 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതേവരെയുള്ള എല്ലാ വർധനവും 45 ന് 60, 60 ന് 90, 90 ന് പിന്നീടുള്ള വർധനവ്, പിന്നെ 500 ആക്കല്, അതെല്ലാം നിരവധി ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകൾ ചെയ്ത കാര്യമാണ്. ആ ഘട്ടത്തിലെല്ലാം അതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് 100 രൂപ വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരെടുത്തു. പക്ഷെ കാശ് കൊടുത്തില്ല കേട്ടോ. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. തീരുമാനം പറഞ്ഞു, കാശ് കൊടുത്തില്ല. 18 മാസം കുടിശ്ശിക. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ
ഞങ്ങൾ ആദ്യം മന്ത്രിസഭാ യോഗം ചെയ്യുകയാണ്. അപ്പോ എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷന്റെ സ്ഥിതി എന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് 600 രൂപ 18 മാസം കുടിശ്ശിക. ആദ്യ തീരുമാനം അത് കൊടുത്തു തീർക്കലായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെ 600-ൽ നിന്ന് വർധനവ് തുടങ്ങി 1600 വരെ വർദ്ധിച്ച് അവിടെ നിന്നു. അപ്പൊ LDF സർക്കാർ ഓരോ ഘട്ടത്തിലും സർക്കാരിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നതെന്ന് കാണാൻ സാധിക്കും. അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ള മാന്യദേഹം തന്നെ തയ്യാറായിട്ടുള്ളത്. എന്തൊരു പാപ്പരത്തമാണെന്ന് നോക്കണം. എത്രമാത്രം പാവപ്പെട്ടവരോട് എതിർപ്പുള്ള മനസ്സാണ് കോൺഗ്രസിനുള്ളത് എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ LDF നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങള് ഈ പണം കൃത്യമായി വീഴ്ചയില്ലാതെ കൊടുക്കുമെന്നുള്ളതാണ്. അത് കൊടുക്കാതിരിക്കുന്നതിന് ഒട്ടേറെ ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഭാഗത്തുണ്ടായി. ആ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്പനി ആ കമ്പനി എടുക്കുന്ന പണം സംസ്ഥാനം എടുക്കുന്ന വായ്പയായി കണക്കാക്കും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തു. അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കലായിരുന്നു ഉദ്ദേശം. അതോടൊപ്പം തന്നെ സർക്കാരിനെ, സംസ്ഥാനത്തെ വലിയ തോതിൽ ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമം, സാമ്പത്തികമായി ഞെരുക്കാനുള്ള ശ്രമം, സർക്കാരിനെ അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുകയാണ്. അതോടൊപ്പം സർക്കാരും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം അനാവശ്യമായി താമസിപ്പിക്കുകയാണ്. സംസ്ഥാനം പൊതുവെ എടുക്കേണ്ട കടം, ആ കടത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായി അനുമതി നിഷേധിക്കുകയാണ് കടമെടുക്കുന്നതിന്. ഇങ്ങനെ ഒട്ടേറെ നടപടികൾ അസഹനീയമായ രീതിയിൽ നമ്മുടെ നാടിനോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു. നമ്മൾ ദുരന്തം നേരിടേണ്ടി വന്നു. ആ ദുരന്തം നേരിടേണ്ടി വന്ന ഘട്ടത്തിലും നമുക്ക് സഹായമില്ല. സഹായിക്കാൻ തയ്യാറായ രാജ്യങ്ങളുണ്ടായി. ആ രാജ്യങ്ങളോട് ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് മറുപടിയായി പറഞ്ഞത്. അത് തള്ളി, ആ ഓഫർ തള്ളി. ഇത് മഹാപ്രളയകാലത്ത് കേരളത്തിൽ അനുഭവിക്കേണ്ടി വന്ന കാര്യമാണ്. തുറന്നുള്ള ദുരന്തങ്ങളിലും സഹായം കേന്ദ്ര ഗവൺമെന്റ് ലഭിച്ചില്ല. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്ത് ഒട്ടേറെ പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായിട്ടുണ്ട്. ആ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് സഹായം നൽകിയിട്ടുമുണ്ട്. നമുക്ക് മാത്രം നിഷേധിക്കുന്നതല്ല. ഇപ്പോ മഹാരാഷ്ട്രയിൽ വിദേശത്ത് നിന്നുള്ള സഹായം സ്വീകരിക്കാം എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. നേരത്തെ ഗുജറാത്തിൽ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത ഘട്ടത്തിൽ അവിടെ മുഖ്യമന്ത്രിയായിരുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിദേശത്തടക്കമുള്ള സഹായം സ്വീകരിച്ചിരുന്നു. അവർക്കാകാം, കേരളത്തിന് പറ്റില്ല. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രക്കാവാം. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന കേരള വിരുദ്ധ സമീപനം. ആ സമീപനങ്ങളിൽ നാം കണ്ടതാണ് പല ഘട്ടങ്ങളിലും
അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് കേരളത്തിലെ UDF തയ്യാറായിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങൾ നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. എന്നോ LDFനെ എതിർക്കാൻ BJPയുമായും BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരുമായും നല്ലതുപോലെ യോജിച്ചു നീങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവിടെ പറ്റുമോ നോക്കുക. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. 2021 തെരഞ്ഞെടുപ്പിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഇത്തരത്തിലുള്ള ഒരു പൊതു നീക്കത്തിലൂടെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. എന്നാൽ ഈ എല്ലാ ഘട്ടങ്ങളിലും കേരളം LDFനോടൊപ്പം നിന്നു. നിലമ്പൂർ LDFന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിരിക്കുന്നു. അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് നമ്മുടെ നേരെ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഇതൊരു അവസരമായി നാം കാണുക. എല്ലാ അവസരവാദ നിലപാടുകൾക്കുമെതിരെ തത്വാധിഷ്ഠിത നിലപാട് സ്വീകരിച്ച് കേരളത്തെ ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരുത്ത് പകരുക. 2016 2021 നിലമ്പൂരിന്റെ ആ സാഹചര്യം കൂടുതൽ തെളിവോടെ കരുത്തോടെ ഇപ്രാവശ്യവും നിലമ്പൂരിൽ നിന്ന് നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് സ്വരാജിനെ നല്ല രീതിയിൽ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചയക്കുക. ഏത് സ്ഥാനവും വഹിക്കാൻ സർവദാ യോഗ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. നല്ല നിർമ്മലമായ അന്തരീക്ഷം നമ്മുടെ കേരളത്തിന് ഉണ്ടാകുന്നതിന് സ്വരാജിനെ പോലുള്ളവരുടെ സാന്നിധ്യം നിയമസഭയിൽ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ സ്വരാജിനെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.